ബികോം 3 സപ്ലൈ ആയ കുട്ടിക്ക് എങ്ങനെയാണ് ആ നികിതയെ കല്യാണം കഴിച്ചതെന്ന് അപ്പൊ പറയില്ലല്ലോ സപ്ലൈയുള്ള കാര്യം. ബികോം മാത്രമേ അറിയുള്ളൂ, മറ്റേ പതുക്കെ പറയുള്ളൂ 3 സപ്ലൈ. ഭാര്യക്ക് അറിയാലോ അല്ലേ? എന്റെ വീട്ടുകാർക്കും ഭാര്യക്കും അറിയാം. ആണോ? അപ്പൊ ഭാര്യ ഒന്ന് പറഞ്ഞിട്ടേ എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, എനിക്ക് എന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും ഇങ്ങനെ പറയണ്ടാണെന്ന്. എന്തിന്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? ബികോം വിത്ത് 2 സപ്ലീസ്. 3 സപ്ലൈ സോറി, സപ്ലൈ പിന്നെ കൂടിയാലും കുറയാ സപ്ലൈ ഞാൻ എഴുതിയെടുത്തില്ലേ? എന്തിനും എഴുതിയെടുക്കണേ? ആവശ്യമില്ല, ഭയങ്കര പണിയാണ്. ഇൻകം ടാക്സ് ആണത്. അതെല്ലാ വർഷം സിലബസ് മാറിക്കൊണ്ടിരിക്കും. അതും കേരള സിലബസ്. അതെ, ഭയങ്കര ടഫാണ്. ബികോം 3 സപ്ലൈ ആയ കുട്ടിക്ക് എങ്ങനെയാണ് ആ നികിതയെ കല്യാണം കഴിച്ചതെന്ന് അപ്പൊ പറയില്ലല്ലോ സപ്ലൈയുള്ള കാര്യം. ബികോം മാത്രമേ അറിയുള്ളൂ, മറ്റേ പതുക്കെ പറയുള്ളൂ 3 സപ്ലൈ. ഭാര്യക്ക് അറിയാലോ അല്ലേ? എന്റെ വീട്ടുകാർക്കും ഭാര്യക്കും അറിയാം. ആണോ? അപ്പൊ ഭാര്യ ഒന്ന് പറഞ്ഞിട്ടേ എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, എനിക്ക് എന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും ഇങ്ങനെ പറയണ്ടാണെന്ന്. എന്തിന്? എഴുതിയെടുത്തിട്ട് ഞാൻ ജോലിക്ക് ഞാൻ എന്തായാലും ജോലിക്ക് പോലാന്ന് വീട്ടുകാർക്ക് അറിയാം. ആ MBA പഠിക്കാൻ പോയ കാശ് വെച്ചിട്ടാണ് ഞാൻ നൈസായിട്ട് അച്ഛനെ കൊണ്ട് കാശ് ഇട്ടിച്ചിട്ടാണ് കാർ വാഷ് തുടങ്ങിച്ചത്. പിന്നെ അറിയാലോ ഞാൻ എന്ത് ചെയ്യും. ഇതുവരെ എത്ര നമ്പർ ഓഫ് മൂവീസ് ചെയ്തു കഴിഞ്ഞു? 19-20 ആണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്ത മൂവി ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് ഇഷ്ടപ്പെട്ടത് പറവേണ്. കാരണം ഫസ്റ്റ് ഫീൽ അത് വേറെ തന്നെയാണ്. പിന്നെ ബിടെക്, പിന്നെ തുറമുഖം എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. ലാസ്റ്റ് മധുരം, അത് ഞാൻ പറയാം. മധുരം ഇറങ്ങാൻ എക്സൈറ്റ്മെന്റ് ആണ്. ജീവിതത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ ആളാരാണ്? സൗബിക, ആസിക, അച്ഛൻ, മമ്മൂക്ക. ഒരു ലോഡ് ഉണ്ടെന്ന്. കാരണം ഓരോ ഭാഗത്ത് അവരവരെ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മളെ ചിലപ്പോൾ ആ സ്ഥാനത്തിലേക്ക് കൂടുതൽ അപ്രോച്ച് ചെയ്യിപ്പിക്കണം. ഈ നികിതയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആ കാലത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഓർത്തെടുക്കാമോ? പറഞ്ഞതല്ല, ഇത് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ക്യാപ്റ്റൻ ആയിരുന്നു ഒരു ഹൗസിന്റെ. ഇപ്പൊ മാർച്ച് പാസ് ചെയ്യുമ്പോ പ്രിൻസിപ്പൾ എത്തുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ ഫ്ലാഗ് താഴത്തേക്ക് ആക്കും. അപ്പൊ ലൈനായിട്ട് തുടങ്ങണുള്ളൂ. അപ്പൊ ആ സമയത്ത് നിക്കിത്ത് ഈ സൈഡിൽ അറ്റത്തിരിക്കുക. അപ്പൊ നമ്മൾ ഫ്ലാഗ് നടുക്ക് ആ ഒരു ഏരിയയിൽ നടുക്ക് പോകുമ്പോഴേ താഴ്ത്തണ്ട്. ഞാൻ സല്യൂട്ട് ചെയ്യുമ്പോഴേ എല്ലാവരും താഴ്ത്തുള്ളൂ. ഞാൻ ഇവൾക്കിട്ട് ചെറിയ സല്യൂട്ട് കൊടുത്തപ്പോ ഫുൾ ഫ്ലാഗ് താഴ്ത്തേക്ക് പടിപ്പാട്. പ്രിൻസിപ്പൾ ഇവിടെ ഫ്ലാഗ് എടുത്താൻ പറ്റില്ല. അങ്ങനെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എന്തൊക്കെയാണ് ആ ദിവസം സംഭവിച്ചത്? പിന്നീട് അങ്ങോട്ട് പ്രിൻസിപ്പൾ ഓർത്തൊന്നും തോന്നണം. പ്രിൻസിപ്പൾ ഒറ്റ നിപ്പല്ല ഇങ്ങനെ 3 ടീം ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ഭയങ്കര ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലേ സംഭവിക്കുന്നത്. ഓക്കെ, നികിതയെ വിളിക്കുന്ന പെറ്റ് നെയിം എന്താണ്? നീതു. ഇത് ഞാനൊരു ഹാഷ്ടാഗ് ഇട്ടേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവമേ, പണ്ടത്തെ ഏതോ ഒരു നീതുവിന്റെ പേര് ഇതിനകത്ത് ഇട്ടല്ലോ, ഭാര്യ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീതു എന്നാണല്ലേ വിളിക്കുന്നത്. ആദ്യം ഐ ലവ് യു പറഞ്ഞത് ആരാണ്? ഞാൻ. ആണോ? അതെപ്പോഴായിരുന്നു? അത് ഫോണിൽ കൂടെ. ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട് അമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം ഞാൻ ലൈൻ അടിക്കാൻ നോക്കി. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവളെ ലൈൻ ആക്കിയെന്ന് പറഞ്ഞു. എന്റെ ജൂനിയർ ആയിരുന്നു. തകർന്ന്